ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കൂട്ടായ്മയുടെ കേരളം മുഴുവനുമുള്ള, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമുള്ള ആളുകൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളത് വലിയൊരു ദൈവിക കൃപയായിട്ട് ഞാൻ കരുതുകയാണ്. ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ ഈ ദിവസങ്ങളെ ഓർത്ത്, ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. ദൈവം സന്ദർശിക്കുന്നു എന്നതാണ് എൻ്റെ തലക്കെട്ട്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂട്ടായ്മയായിട്ട് ഒന്ന് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്കുക. സാധാരണ നമ്മുടെ മുമ്പിൽ മുതിർന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, അവരെ ബഹുമാനിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറേ കൂടിയ നമ്മുടെ മാതാപിതാക്കൾ മുതിർന്നവരോടൊക്കെയുള്ള നമ്മുടെ ബഹുമാനം ആ വിധത്തിലാണ്. ഇനി കുറേ കൂടി പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൂടുതൽ ആദരം അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയുടെ വിലയും നിലയും, സമൂഹത്തിലുള്ള വിലയും നിലയും അനുസരിച്ചാണ് നമ്മൾ അവർക്ക് ആദരവും ബഹുമാനവും കൊടുക്കാറുള്ളത്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിലയും നിലയുമുള്ള വ്യക്തിയാണ് ദൈവം. കാരണം എന്താണ്? ഈ വിലയും നിലയുമുള്ള സകല വ്യക്തികൾക്കും ആ വിലയും നിലയും കൊടുത്തതാരാ? സകലതിൻ്റെയും ഉടയവനായ ദൈവമാണ്. അപ്പോൾ അങ്ങനെ ദൈവം നേരിട്ട് സന്ദർശിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ വലിയ ആദരവ് എന്താണ് എന്ന് അബ്രാഹാം ഇവിടെ കാണിച്ചു തരികയാണ്. അബ്രാഹത്തെ ദൈവം സന്ദർശിക്കുന്നു എന്നാണ് വചനത്തിൻ്റെ തലക്കെട്ട് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോടുണ്ടായിരിക്കേണ്ട മനുഷ്യൻ്റെ മനോഭാവം എന്താണ് എന്ന് അബ്രാഹത്തിൻ്റെ ഈ ഇടപെടലിലൂടെ, ദൈവത്തോടുള്ള ഇടപെടലിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇവിടെ വചനം പറയുന്നു, അബ്രാഹത്തിന് പ്രത്യക്ഷനായി ദൈവം. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ദൈവത്തെ കാണുന്ന അബ്രാഹാം ഒരാളെ അല്ല കാണുന്നത്, മറിച്ച് 3 വ്യക്തികളെയാണ് അബ്രാഹാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിനെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധ പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മാടപ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു. അങ്ങനെ പരിശുദ്ധ ത്രിത്വം യോർദാനിൽ യേശു മാമോദീസ സ്വീകരിക്കുമ്പോൾ അവിടെ സന്നിഹിതമാകുന്നു. അങ്ങനെ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ലോകത്തിന് വെളിപ്പെടുന്ന മറ്റൊരു സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പഴയ നിയമത്തിൻ്റെ ഒരു നിഴലായിട്ട് വേണമെങ്കിൽ 3 ആളുകൾ അബ്രാഹത്തെ സന്ദർശിക്കുന്നു, അവിടെ ദൈവം സന്ദർശിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പഴയ നിയമത്തിലെ ഒരു നിഴലായിട്ട്, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ദൈവത്തിൻ്റെ ഈ സന്ദർശനം 3 ആളുകൾ അബ്രാഹത്തെ സന്ദർശിക്കുന്നതിനെ നമുക്ക് കണക്കാക്കുവാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെ ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ്? വെയിൽ മൂത്ത സമയത്ത് അബ്രാഹാം തൻ്റെ കൂടാരവാതിൽക്കൽ ഇരുന്നപ്പോഴാണ്. കൂടാരവാതിൽക്കൽ ഇരുന്നപ്പോഴാണ് അവൻ സ്വസ്ഥനായി. അതുവരെയും അവൻ ജോലി കാര്യങ്ങളിൽ വ്യഗ്രചിത്തനായിരുന്നു. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിരമിച്ച് അവൻ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സ്വസ്ഥമായിട്ട് ഇരുന്നപ്പോൾ അവിടെയാണ് അവന് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചത്. മനുഷ്യന് ദൈവത്തെ കണ്ടെത്തുവാനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം നമ്മുടെ മനസ്സ് സ്വസ്ഥമായിരിക്കുക എന്നുള്ളത്. അസ്വസ്ഥമായിരിക്കുന്ന മനസ്സുകളിൽ പലപ്പോഴും സന്തോഷമുണ്ടാകുക സാധ്യമല്ല, ദൈവത്തെ കണ്ടെത്തുക സാധ്യമല്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ കുഴപ്പമല്ല, മനസ്സ് സ്വസ്ഥമല്ലാത്തത് കൊണ്ട്.
മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി അല്പം ശാന്തതയിൽ പ്രാർത്ഥിച്ചാൽ ആ സ്വസ്ഥത ലോകത്ത് മറ്റൊരിടത്തും നമുക്ക് കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.